അല്ല, നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കൈവിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ CPM BJP ഒന്നും അങ്ങനെ കൈവിട്ടു പോകില്ല. അവർ കൃത്യമായി പ്ലാൻ ചെയ്യും. കൈവിട്ടു പോകുന്നതാണെങ്കിൽ കണ്ണൂർ ആ അടീൻ്റെ സമയത്ത് തന്നെ ഇടപെട്ട് നിർത്തേണ്ടതാണ്. ഈ അടി ഇനി കൊല്ലം വരെ നിൽക്കുകയും കൊല്ലത്താണ് തിരിച്ചടി തുടങ്ങിയത്. ഇവിടെ എത്തുമ്പോൾ തിരിച്ചടി ഒരു പക്ഷേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആഗ്രഹിച്ചാൽ മാത്രമാണ് തിരിച്ചടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിന് എക്സ്പോസ്ഡ് ആക്കാനും പറ്റും. ഇന്നലെ സത്യത്തിൽ നിഷ്പക്ഷരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എക്സ്പോസ്ഡ് ആവുകയായിരുന്നു. കോൺഗ്രസ് മറ്റൊരു വഴിയില്ല, അവർ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. പക്ഷെ അവർ എക്സ്പോസ്ഡ് കൂടിയായി. ഇതൊരു ചാണക്യ ബുദ്ധിയാണ് പിണറായി വിജയന്റെ. പിന്നെ ഇത് പരാജയമാണെന്ന് ചോദിച്ചാൽ അത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. ഇതിന്റെ വിജയം കിടക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ഈ ജനങ്ങളിൽ നിന്ന് മേടിച്ച പരാതി ഉണ്ട്. ആദ്യം ജനങ്ങൾ കണ്ടത് പരാതി കൊടുക്കാനുള്ള എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടാനുള്ള വഴിയെന്ന് രീതിയാണ്. ബാക്കി കേന്ദ്രത്തിന്റെ പോളിസികൾക്കെതിരെയോ അല്ലെങ്കിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെയൊക്കെയുള്ള പിന്നെ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ പറയുമെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ചോ അതൊന്നും നല്ലതാണ്. ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനം അവരുടെ പരാതികളും മറ്റുമൊക്കെയാണ്. ഉമ്മൻചാണ്ടി സാർ കൈകാര്യം ചെയ്ത പോലെ ഉമ്മൻചാണ്ടി സാറിന് പോലും 100% പരാതികളൊന്നും എഫക്റ്റീവായി ചെയ്യാൻ പറ്റില്ല. എങ്കിലും വലിയ പരിധിവരെ പറ്റിയത്. ഈ പരാതികൾ എഫക്റ്റീവായിട്ട് ഒരു 6 മാസത്തിനിടയ്ക്ക് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ യാത്ര വലിയൊരു വിജയമായിരിക്കും. മാത്രമല്ല CPM ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എന്താണ് അത്രത്തോളം ഒരു ഗാന്ധിയൻ പൊളിറ്റിക്സ് ഒന്നുമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന് വെച്ചാൽ ആ ഒരു പൊളിറ്റിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾ കൂടിയാണ് കണ്ണൂർ ലീഡർഷിപ്പ്. അതിന് കേരള സമൂഹത്തിൽ പൊതുവെ ഒരു അംഗീകാരം കിട്ടുന്നതിനുള്ള തെളിവാണ് ഇപ്പൊ എന്താ കൊല്ലം പോലെയുള്ള പൊതുവെ ഇത്തരം രാഷ്ട്രീയത്തോടൊന്നും വലിയ താല്പര്യമില്ല സ്ഥലത്ത് പോയി അടി ഉണ്ടാവുന്നത്. ഈ തിരുവനന്തപുരത്തൊക്കെ എന്തൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പം ഈ അടി എന്നുള്ളത് സത്യത്തിൽ CPM അവരുടെ ശക്തി കാണിക്കുകയാണ്. ആ CPM അവരുടെ ശക്തി കാണിക്കുന്ന സമയത്ത് കോൺഗ്രസിന് അത്രത്തോളം ശക്തി കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം കോൺഗ്രസ് ഇന്നലെ കുറച്ച് ശക്തി കാണിച്ചു. അത് DYFI ആയിട്ട് നേരിട്ട് ഫൈറ്റിന് പോയിട്ടില്ല. അത് നേരിട്ട് ഫൈറ്റിന് വേണ്ടി ഒരു ശക്തിയൊക്കെ അവർക്ക് തെളിയിക്കാൻ പറ്റും. KSU ചില കോളേജ് യൂണിയൻ ഇലക്ഷനുകളിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പോലെ അങ്ങനെ കാണിക്കാൻ പറ്റിയ കൊള്ളാം. ഒരു പ്രശ്നം ഉണ്ടായ ഇവർ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ മുമ്പ് നിങ്ങളെ ചാനലിൽ തന്നെ പറഞ്ഞ പോലെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഇവർ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്താനുണ്ടാവും, ഞങ്ങളെ കേസ് നടത്താൻ പാർട്ടി ഉണ്ടാവും എന്നൊരു തോന്നൽ അനുയായികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് കോൺഗ്രസിന്റെ വിജയമാണ്. അല്ലെങ്കിൽ അത് വൺ സൈഡഡ് ഗെയിം ആയിപ്പോ. CPM അല്ലാതെ ആളുകൾ ബേസിക്കലി എന്താ നോക്കുക, ഇതൊരു യുദ്ധമുള്ള സ്ഥലം എന്നല്ല. നമ്മൾ പൊതുവെ സമാധാനം വരാം. അവർക്ക് ചെറിയ പ്രശ്നം കണ്ടു ആരാണ് നിങ്ങളെ കൂടെ ആരാണ് നിങ്ങളുടെ കൂടെ ഒരു കീരിക്കാടൻ ജോസോ സേതു മാധവനായി നിൽക്കുക, അത്രേ ഉള്ളൂ. ആ കീരിക്കാടൻ ജോസിന്റെ സേതു മാധവനെ പിന്നാലെ നടക്കാൻ ആഗ്രഹിക്കുന്ന കൊച്ചിൻ അനീഫയുടെ ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മുടെ നാട് പൊതുജനം എന്ന് പറയുന്നത്. എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിണറായി സർക്കാർ പിണറായിയുടെ പ്രതിച്ഛായ എന്താ? പിണറായി എല്ലാ കാലത്തും ഇങ്ങനല്ലേ? നിങ്ങൾ വരച്ച ഒരു കളിയിൽ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം ഒരു കോപ്പി ബുക്ക് പൊളിറ്റീഷ്യൻ അല്ല. നിങ്ങൾ കണ്ട ഒരു മോഡലുള്ള പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം തുടങ്ങിയത് തന്നെ എങ്ങനെ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ. അദ്ദേഹം കണ്ണൂർ വളരെ എന്താ പിന്നെ കണ്ണൂർ അക്കമ്മ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ സംരക്ഷണം കൊടുത്തുകൊണ്ടും തിരിച്ചടിച്ചുകൊണ്ടും തന്നെയാണ് അദ്ദേഹം വന്നത്. പിന്നെ അടിയും തിരിച്ചടി അതിന്റെ ഭാഗമാണ്. ഒരുപാട് കേസുകളും വന്നിട്ടുണ്ട്. സെക്രട്ടറി ആയപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളെ പത്രക്കാരൊക്കെ ഓടിച്ചിട്ട് അങ്ങനെ ശകാരിക്കായിരുന്നില്ലേ? പിന്നെ അതുപോലെ തന്നെ പാർട്ടി സമ്മേളനത്തിന് പാർട്ടി പ്രവർത്തകർ ഡാൻസ് കളിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ല എങ്ങനെയാണ് പ്രതികരിച്ചത്? മുഖ്യമന്ത്രി ആയ സമയത്ത് എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങളൊക്കെ കടക്ക് പുറത്ത് നിന്നില്ലേ? പിണറായി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ ഒരു മാറ്റവും ഇല്ല. ആ സ്റ്റൈലിൽ ജനങ്ങൾ അംഗീകരിച്ചു. 2016-ലും 2019 കാണുന്നത് പിണറായിയുടെ ആ സ്റ്റൈല് ഒരു പ്രതിസന്ധി വരുമ്പോൾ സമൂഹത്തിന് സംസ്ഥാനത്തിന് ഗുണകരമാണ് എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ ഒന്നും കൂടി ഇറക്കിട്ട് ഉറപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ സ്റ്റൈല് മാറ്റണമെങ്കിൽ അത് പരാജയപ്പെടണം. സോഫ ജനങ്ങളെ ഏറ്റെടുത്ത് ഒരേ ഇലക്ഷനും അദ്ദേഹം തോറ്റിട്ടില്ല. എല്ലാ ഇലക്ഷനും വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ജയിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ ഒരു ഏകമുദ്ര കണ്ടുമടുത്തെങ്കിൽ ഒരു ത്രിമുദ്ര വെറുതെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ ത്രിമുദ്ര കാണിച്ചാൽ പോരെ. അപ്പൊ ഇങ്ങനെയാണ് പിണറായി വിജയൻ. അതുകൂടെ ശക്തമായി അദ്ദേഹം കാണിക്കുന്നു. അത് സോഫ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇമേജ് ഒന്നുകൂടി ശക്തിപ്പെടുത്തിയൊരു യാത്രയായിരുന്നു.